അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ പിറ കണ്ടതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശഅബാൻ 15-ാം രാവ് ബറാഅത്ത് രാവ് വരുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച മഗ്‌രിബോട് കൂടി വരുന്ന പുണ്യമായ സമയമാണ്. അതായത് ഈ വർഷത്തെ ബറാഅത്ത് രാവ് വരുന്നത് 2026 ഫെബ്രുവരി മാസം 2-ാം തീയതി തിങ്കളാഴ്ച മഗ്‌രിബോട് കൂടിയാണ്. അൽഹംദുലില്ലാ ബറാഅത്ത് നോമ്പ് വരുന്നത് ഫെബ്രുവരി 3 ചൊവ്വാഴ്ച പകലാണ്. അപ്പൊ ലോകം മുഴുവനും തയ്യാറായി നിൽക്കുകയാണ്. ലോക മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന സുന്ദരമായ ഒരു രാവാണ് ബറാഅത്ത് രാവ്. കാരണം 5 രാവുകളിൽ ചെയ്യുന്ന ദുആകൾ അല്ലാഹു തആല വേഗത്തിൽ ഖബൂൽ ചെയ്യുമെന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചു, ഈ ഷാഫി ഇമാം പറയുന്നതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഷാഫി ഇമാം ആരാണ്? സ്വഹാബിയാണോ എന്നൊക്കെ പലരും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, 10 ലക്ഷത്തോളം ഹദീസുകൾ മനപ്പാടമാക്കിയ മഹാനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനാണ് പറഞ്ഞത് എന്ത്? വിശുദ്ധമായ ലൈലത്തുൽ ബറാഅത്ത് രാവിൽ ദുആക്ക് ഇജാബത്തുണ്ട്. കാരണം അന്നത്തെ ആ ഒരു രാവിൽ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോടാനുകോടി മലക്കുകളെ ആകാശ ലോകത്തിൽ നിന്നും ഭൂമി ലോകത്തേക്ക് ഇറക്കുന്ന സുന്ദരമായ ഒരു രാവാണ് ബറാഅത്ത് രാവ്. ഈ ബറാഅത്ത് രാവിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽപ്പെട്ട ഒന്നാണ് ഈ ബറാഅത്ത് രാവിൽ അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ നരകം, അള്ളാഹുവിന്റെ വിചാരണ, ഇതിനെ തൊട്ടെല്ലാം ജനങ്ങളെ പടച്ചവൻ മോചിപ്പിക്കുന്ന രാവാണ്. അതുകൊണ്ട് തന്നെ ഈ ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ പലരും ചോദിച്ചു, ഉസ്താദേ ഈ ബ്രാത്ത് രാവെന്നല്ല കേട്ടോ, ബ്രാത്ത് രാവെന്നല്ല, ബറാഅത്ത് രാവെന്നാണ്. ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ മോചനത്തിന്റെ രാവ്. എന്തിൽ നിന്നും മോചനം? 4 കാര്യങ്ങളിൽ നിന്നുള്ള മോചനം. എന്ത്? ഒന്ന്, അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ദേഷ്യം പടച്ചോന് നമ്മളോട് ഉണ്ടാകുന്നതിനെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന, മോചനം കിട്ടുന്ന രാവാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും പടച്ചോന്റെ അതിശക്തമായ വിചാരണയിൽ നിന്നൊക്കെ നമുക്ക് കാവൽ കിട്ടുന്ന, മാത്രമല്ല നിഫാക്കിൽ നിന്നും കപട വിശ്വാസത്തിൽ നിന്നൊക്കെ കാവൽ കിട്ടുന്ന, അതിനുവേണ്ടി നല്ലവണ്ണം ദുആരക്കണം, കാവൽ കിട്ടുന്ന രാവാണ് ഈ ലൈലത്തുൽ ബറാഅ. തിങ്കളാഴ്ച മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് വരുന്ന പുണ്യമായ രാവ്.